കഴിഞ്ഞ 10 വർഷത്തിലെ ഏറ്റവും ശക്തമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളത്. 2020 മുതൽ ഇന്ന് വരെ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധന ഞെട്ടിപ്പിക്കുന്നതാണ്. വെറും 5 വർഷം കൊണ്ട് 10 ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം 30,000 രൂപയിൽ നിന്ന് 1,15,000 കടന്നു. ഏകദേശം 350% വർധന, അതായത് വാർഷികാടിസ്ഥാനത്തിൽ 30% റിട്ടേൺ. അതേസമയം ഓഹരി വിപണിയിൽ നിന്നുള്ള ഈ കാലയളവിലെ വാർഷിക വരുമാനം 17% മാത്രമാണ്. ഈ ഗംഭീരമായ മുന്നേറ്റം ഉണ്ടായിട്ടും പല നിക്ഷേപകർക്കും ഈ അവസരം മുതലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചിലർ വില കുറയുന്നത് കാത്തിരുന്നു, എന്നാൽ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഓഹരികൾ, സ്റ്റാർട്ടപ്പുകൾ, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയവയുടെ ആവേശത്തിൽ ചിലർ സ്വർണത്തെ ഒരു പഴയ നിക്ഷേപമായി തള്ളിക്കളഞ്ഞതും തിരിച്ചടിയായി. എന്തുകൊണ്ട് സ്വർണം ഇത്രയധികം ഉയർന്നു? സ്വർണ്ണവിലയുടെ ഈ കുതിച്ചുചാട്ടം ഒരു അത്ഭുതമല്ല. പണപ്പെരുപ്പം, രൂപയുടെ മൂല്യം കുറഞ്ഞതും ആഗോളതലത്തിലുള്ള ആശങ്കകൾ എന്നിവ നിക്ഷേപകരെ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നു. കൂടാതെ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങി ശേഖരിച്ചതും വില വർധനയ്ക്ക് കാരണമാണ്. പണപ്പെരുപ്പവും കറൻസി മൂല്യ തകർച്ചയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടൊപ്പം US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണത്തിന്റെ വില ആഗോളതലത്തിൽ ഡോളറിലാണ് കണക്കാക്കുന്നത് എന്നതിനാലും രൂപയുടെ മൂല്യം ഇടിയുമ്പോഴും 1 ഗ്രാം സ്വർണം വാങ്ങാൻ കൂടുതൽ രൂപ നൽകേണ്ടി വരുന്നു. ആഗോള പ്രതിസന്ധികളും സുരക്ഷിത നിക്ഷേപവും, മഹാമാരികൾ, യുദ്ധങ്ങൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയവ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ആശങ്കയിലാക്കി. ഓരോ പ്രതിസന്ധിയും കൂടുതൽ പണം സ്വർണത്തിലേക്ക് ഒഴുക്കാൻ കാരണമായി. സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങൽ. വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ അവരുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിച്ചു. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് സെൻട്രൽ ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ പതിറ്റാണ്ടുകളിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇത് സ്വർണത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. നേട്ടം ആർക്കൊക്കെ ലഭിച്ചു? സ്വർണ്ണവിലയിലെ വർധന 3 വ്യത്യസ്ത വിഭാഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്. ജ്വല്ലറി ബിസിനസ്. ജ്വല്ലറി ബിസിനസ്സുകാരുടെയും വ്യവസായ കുടുംബങ്ങളുടെയും സമ്പത്ത് കുതിച്ചുയർന്നു. ഇന്ത്യൻ കുടുംബങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം സ്വകാര്യമായി കൈവശം വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങളാണ്. ഏകദേശം 25,000 ടൺ സ്വർണം ഇന്ത്യൻ വീടുകളിലും ലോക്കറുകളിലുമായി ഉണ്ടെന്നാണ് കണക്ക്. വ്യക്തിഗത നിക്ഷേപകർ. ആഭരണങ്ങൾ സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്ത പുതിയ തലമുറ നിക്ഷേപകർ ഗോൾഡ് ETFകൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ തുടങ്ങിയ ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് തിരിഞ്ഞു. ഉയർന്ന സ്വർണ്ണവില ആവശ്യമുള്ള സമയത്ത് സ്വർണ്ണപ്പണയ വായ്പകളിലൂടെ കൂടുതൽ സ്വർണം നേടാനും ഇത് കുടുംബങ്ങളെ സഹായിച്ചു. പോർട്ട്ഫോളിയോയിൽ സ്വർണം എത്രത്തോളം വിലമതിക്കും? സ്വർണ്ണവിലയിലെ ഈ മുന്നേറ്റം സമ്പാദ്യത്തിൽ സ്വർണത്തിന് എപ്പോഴും ഒരു സ്ഥാനമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു.